അല്ലെ, ജയ് മഹാകാളി ഒക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം ഓരോ നമ്മുടെ റെജിമെന്റുകൾക്ക് എത്രയോ കാലം മുതലുണ്ട്. അപ്പൊ നമ്മുടെ ഇതൊരു സെക്യുലർ സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ജവഹർലാൽ നെഹ്റുവോ ലാൽ ബഹാദൂർ ശാസ്ത്രിയോ ഒന്നും അതിനെ മാറ്റിയിട്ടില്ല. അതെന്തുകൊണ്ടാണ്? മതപരമായിട്ടല്ല, അത് ഈ നാടിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്നതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഈ RSSകാർ പറഞ്ഞത് ഇറ്റ് ഈസ് ഓൾറെഡി എ ഹിന്ദു രാഷ്ട്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിൽ പറയാം. പക്ഷെ ഇസ്ലാം അതല്ല. ഇവര് പറയുന്നത് ഞങ്ങൾ ഇതിലേക്കാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, മതരാഷ്ട്രവാദത്തിലേക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ഞങ്ങളുടെ ശ്രമം അതിലേക്കാണ് എന്ന് പറയുന്നു. അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതൊരിക്കലും ഒരു മതേതരത്വ നിലപാടുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അല്ല, പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഈ RSSന്റെ ഐഡിയോളജി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഈ 3 വ്യക്തിത്വങ്ങളെ അല്ലെങ്കിൽ 3 എന്താ പറയുക 2 മതങ്ങളെയും ഒരു പ്രസ്ഥാനത്തെയും എതിർക്കുക എന്നുള്ളതാണ് അവരുടെ വർഷങ്ങളായിട്ടുള്ള അവരുടെ വിചാരധാര ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ഗോൾവാക്കർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്: 1 മുസ്ലിംസ്, 2 ക്രിസ്ത്യൻസ്, 3 കമ്മ്യൂണിസ്റ്റ്.